ഹക്കോബ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു ഫ്രോക്കാണ് ഇന്ന് ചെയ്യുന്നത്. ഓഫ് വൈറ്റ് ഹക്കോബ 4 മീറ്ററാണ് ഇതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. ക്രേപ്പ് ലൈനിങ് ആണ് എടുത്തുള്ളത്. ആദ്യം അത് 4 മടക്കാക്കിയിടുക. ബേക്കും ഫ്രണ്ടും നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അളവുകളൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇവിടെ ഞാൻ 8 ഇതിന് ഷോൾഡർ കൊടുത്തിട്ടുള്ളത്. കൈക്കുഴി ഒരു 7 കൊടുത്തിട്ടുണ്ട്. ഷോൾഡർ കുറച്ച് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ചെസ്റ്റ് 8 അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പും ആക്കിയിട്ട് അങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ലെങ്ത്താണ് പിന്നെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുള്ളത്. അത് ഒരു 14 ഇഞ്ചായിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. 13 ഇഞ്ചാണ് വേണ്ടത്. പിന്നെ മുകളിൽ 1/2 ഇഞ്ചും അടിയിൽ 1/2 ഇഞ്ചും അങ്ങനെ 14 ഇഞ്ചാക്കിയിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ സൈഡിലൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് 1/2 ഇഞ്ച് കുറച്ച് കയറ്റി അടയാളപ്പെടുത്തി കൊടുക്കുക. യോക്ക് ലെങ്ത് ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ 14 അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 3 കട്ടിങ് ആയിട്ടാണ് ഈ ഫ്രോക്ക് ഉള്ളത്. അതിൻ്റെ അടിയിലേക്കൊരു ക്ലോത്തും അതിനേക്കാൾ കൂടുതലായിട്ട് ഫ്രില്ലിട്ടിട്ട് ഏറ്റവും അടിയിലൊരു ലെയറും കൂടി ഉണ്ടാവും. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. 3 ഞാൻ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ലെങ്ത്ത് 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. വീനക്ക് ആയതുകൊണ്ടാണ് അത്ര കൂടുതൽ എടുക്കുന്നത്. അതിങ്ങനെ വി പോലെ വരച്ചു കൊടുക്കാം. നമുക്ക് അത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് വി പോലെ വരച്ചു കൊടുക്കാം. ഇനി ബാക്ക് നെക്ക് ഞാൻ 2 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിനി കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റാം. ബാക്കി ഫുൾ കട്ട് ചെയ്തിട്ട് ആം ഹോൾ ഞാൻ മറ്റേ ആം ഹോൾ കേവ് വെച്ചിട്ടാണ് കേവ് ചെയ്തെടുത്തിട്ടുള്ളത്. കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബേക്ക് പാർട്ട് മാറ്റിയിട്ട് വേണം ഫ്രണ്ട് പാർട്ട് നമുക്ക് വീനക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. വീനക്കും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ യോക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞു. വീനക്കും കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ യോക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമ്മൾ സ്ലീവിൻ്റെ കട്ടിങ്ങാണ് ചെയ്യുന്നത്. അതിൽ 10 ഇഞ്ചാണ് ഞാൻ ഇവിടെ വിടുത്തെടുത്തിട്ടുള്ളത്. ഒരു 3 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ സ്ലീവിൻ്റെ കർവ് ചെയ്ത് കൊടുക്കുക. ആം ഹോൾ കർവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. ലെങ്ത്ത് ഇവിടെ ഞാൻ ഒരു 19 ഇഞ്ചൊക്കെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് വീതിയും മാർക്ക് ചെയ്തിട്ട് കുറച്ച് അധികം വീതി ഇടുന്നുണ്ട്. കാരണം പിന്നെ ഒരു ബലൂൺ സ്ലീവ് പോലെ അവിടെ ചെറിയൊരു ഇത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഫ്രില്ല് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ നമ്മുടെ വീതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ അളവെടുക്കുക. അതും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സ്ലീവിൻ്റെയും കട്ടിങ് കഴിഞ്ഞു. ഇനി ഇതൊക്കെ മെയിൻ ക്ലോത്തിലും കൂടി കട്ട് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് താഴോട്ടുള്ള ഇറക്കം യോക്ക് മുതൽ താഴെ വരെയുള്ള നമുക്ക് ലൈനിങ് ഒറ്റ ക്ലോത്തായിട്ടാണ് എടുക്കുന്നത്. മെയിൻ ക്ലോത്ത് ഹക്കോബ 2 ക്ലോത്തായിട്ടാണുള്ളത്. അപ്പോൾ ഇത് ഒറ്റ പീസായതുകൊണ്ട് ഒരു 43 ഇഞ്ചിൽ കട്ട് ചെയ്യുക. 43 ഇഞ്ചിൽ ലൈനിങ് എത്ര വീതി കിട്ടുന്ന അതിനുള്ള വീതി ഞാൻ എടുക്കുന്നുണ്ട്. ലൈനിങ്ങിൽ കിട്ടുന്ന വീതി എടുക്കുന്നുണ്ട്. അത് കട്ട് ചെയ്യുക. അത് കട്ട് ചെയ്തതിന് ശേഷം ഇനി സ്ലീവിൻ്റെ തുഞ്ചഭാഗത്ത് ഒരു പടി വരുന്നുണ്ട്. ഒരു 1.5 ഇഞ്ചിലാണ് പടി വെക്കുന്നത്. 2.25 ഇഞ്ചിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈനിങ് പീസിലാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. 2.5 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് മെയിൻ ക്ലോത്തിലും സെയിം അതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ ഹക്കോബ പിന്നെ വെട്ടിയ ലൈനിങ് പീസ് എല്ലാം വെച്ചിട്ട് മെയിൻ ക്ലോത്തിൽ അതുപോലെ കട്ട് ചെയ്തെടുക്കണം. അത് ബാക്ക് പീസാണ്. ബാക്ക് പീസും ഫ്രണ്ട് പീസും സ്ലീവും എല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ക്ലോത്ത് ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ വെച്ച് കട്ട് ചെയ്താൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഓർഗൻസ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും മെറ്റീരിയലൊക്കെ ആണെങ്കിൽ മറ്റേ ബീഡ് പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ട് കട്ട് ചെയ്യാവും ഏറ്റവും നല്ലത്.
ഇതാവുമ്പോൾ ഹക്കോ ബാൻഡ് കട്ടിങ്ങിനും സ്റ്റിച്ചിങ്ങിനും ഒക്കെ നല്ല എളുപ്പമുള്ള മെറ്റീരിയലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ലെയറിൻ്റെ ലെങ്ത്താണ് അടയാളപ്പെടുത്തുന്നത്. വിഡ്ത്ത് ഏകദേശം ഒരു നമ്മൾ യോക്ക് പാർട്ടിൻ്റെ വിഡ്ത്തിനേക്കാളും ഒരു ഹാഫ് ഒക്കെ കൂടുതൽ എടുത്തിട്ടുള്ളൂ. ഹാഫോ അല്ലെ അതിലും കുറച്ചൊക്കെ കൂടുതലേ എടുത്തിട്ടുള്ളൂ. ഇരട്ടി എടുക്കും നമ്മൾ കുട്ടികളെ ഫ്രോക്കിലൊക്കെ ഇരട്ടിയാണ് എടുക്കുക, അത്രയും എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ടുള്ള ലെയറിലേക്ക് അതിലും കുറച്ച് നല്ലോണം കൂടുതൽ എടുക്കുന്നുണ്ട്. ഇതൊരു 21.5 ഇതിൻ്റെ ലെങ്ത്ത് എടുത്തത്. 21.5 എന്ന് പറയുമ്പം മുകളിലും താഴെയും ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് പോവും. അതും എടുക്കുക. പിന്നെ അതിൻ്റെ അടിയിലേക്കുള്ള ക്ലോത്ത് ഒരു 16 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ടുണ്ട്. 16 ഇഞ്ചും പിന്നെ അടിയിൽ മടക്കി അടിക്കാനുള്ള ഒരു 1 ഇഞ്ചും കൊടുക്കണം, മുകളിലൊരു 1/2 ഇഞ്ചും കൊടുക്കണം. അതും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്കിനുള്ള വീനെക്കിനുള്ള ക്യാൻവാസ് കട്ട് ചെയ്യാം. ക്യാൻവാസ് ഇങ്ങനെ വെച്ചിട്ട് അതിൽ നമ്മൾ നെക്കിൻ്റെ അതേ ഇതിൽ ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് കട്ട് ചെയ്യാം. 3 നമ്മൾ നെക്കിന് കൊടുത്തതെന്ന് വെച്ചാൽ അതിന് ഒരു 1/4 ഇഞ്ച് കൂടുതൽ 3.25 വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. അത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. മുഴുവനായിട്ട് കട്ട് ചെയ്യരുത് നമ്മൾ വരച്ചത്. അപ്പോൾ നമ്മൾ നെക്ക് അയൺ ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. അപ്പോൾ മുകളിലൊരു ചെറിയൊരു ഭാഗം കട്ട് ചെയ്യാതെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നാൽ ആ നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒന്നും ആവില്ല. ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ക്യാൻവാസിൻ്റെ ആ ഒരു പശയുള്ള ഭാഗം നമ്മൾ ഒരു ലൈനിങ് ക്ലോത്തിൽ വെച്ചിട്ട് നന്നായി അയൺ ചെയ്ത് നമ്മൾ സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കുകയാണ്. സ്റ്റിച്ചിങ്ങിൽ ഫസ്റ്റ് നമ്മൾ മറ്റു ലൈനിങ് ക്ലോത്തും മറ്റേ ക്ലോത്തും വീനെക്കിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ അതാണ് ചെയ്യുന്നത് ഫസ്റ്റായിട്ട്. അത് രണ്ടും നേരെ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാവുക അതുപോലെ തന്നെ വെച്ചിട്ട് ആദ്യം നെക്കൊന്ന് അടിക്കും. എന്നിട്ട് ആ നെക്കിൻ്റെ അവിടെയുള്ള ആ പീസ് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അയൺ ചെയ്ത് വെച്ച പിന്നെ ആ നെക്കിൻ്റെ നമ്മൾ അയൺ ചെയ്ത് വെച്ചില്ലേ ക്യാൻവാസിൽ, അതെടുത്തിട്ട് അത് അവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ അടിച്ചിട്ട് അത് അതിൽ ജോയിൻ ചെയ്തെടുക്കണം. നല്ല നീറ്റായിട്ട് വീനക്ക് കിട്ടും നമുക്ക് ക്യാൻവാസ് വെച്ച് ചെയ്യുമ്പോൾ. അതിൻ്റെ മടക്ക് നന്നായിട്ട് അടിച്ചു കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മളതിൽ നെക്കുമേൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ നെക്കുമെന്ന് അടിക്കുമ്പോൾ ഒരു 1/4 ഇഞ്ച് കുറച്ച് വിട്ടിട്ടല്ല അടിക്കുന്നത്. അതിനാണ് നമ്മൾ ക്യാൻവാസ് നിന്ന് വെട്ടുമ്പോൾ ഒരു 1/4 ഇഞ്ച് കൂട്ടി വെട്ടുന്നത്. ഇല്ലെങ്കിൽ ക്യാൻവാസ് കുറച്ച് ചിലപ്പം ഈ ഭാഗത്തേക്ക് തെയ്യാതൊക്കെ ആയിട്ട് വരും. അത് വെച്ചെടുത്തിട്ട് മറിച്ചിട്ട് മറിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക മറിച്ചിടുന്നതിന് മുമ്പ്. അത് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് ആ തുഞ്ച ഭാഗത്തൂടെ ഒരടി കൊടുക്കുക. നല്ല വൃത്തിയിൽ നിൽക്കാനാണ്. ഫ്രണ്ടിലേക്ക് കാണുന്ന രീതി അടി കൊടുക്കണമെന്നില്ല. നല്ല നീറ്റായിട്ടല്ലാതെ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഒന്ന് അയണും കൂടി ചെയ്താൽ നല്ല നീറ്റായിട്ട് കിട്ടും. പതിച്ച് അടിക്കണമെൻ്റെ ആവശ്യമില്ല. കഴിഞ്ഞിട്ട് ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട് ക്ലോത്ത് മാറ്റി വെച്ചിട്ട് ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതാ നല്ല നീറ്റായിട്ട് വീനൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് നെക്ക് രണ്ടും കൂടി വെച്ചിട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് മറിച്ചെടുത്തിട്ട് നമ്മൾ ഷോൾഡർ ഉള്ളിലേക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യും. ഫ്രണ്ട് പാർട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് മറിച്ചെടുക്കുന്നതിന് മുമ്പ് ഫ്രണ്ട് പാർട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഷോൾഡർ ഉള്ളിലേക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇനി ഉള്ളിലേക്ക് ഫ്രണ്ട് യോക്കാണ്, അത് ബാക്ക് പീസിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് വെച്ചിട്ട്
അടിക്കുക. അപ്പോൾ നമുക്ക് ഷോൾഡർ ഉള്ളിലേക്കാക്കി കിട്ടും. സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ട് മറിച്ചെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് നെക്ക് കിട്ടി. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൂടായിട്ട് നമ്മൾ ഷോൾഡർമെന്ന് നെക്ക് അങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. പറ്റ ഇതിലൂടെ അല്ലാതെ കുറച്ച് ഇപ്പുറത്തൂടായി സ്റ്റിച്ച് കൊടുത്താൽ നല്ല പെർഫെക്റ്റായ റെഡിമെയ്ഡ് കുർത്തികളിലൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ കിട്ടി. ഇനി നമ്മൾ സ്ലീവ് എടുത്തിട്ട് സ്റ്റിച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടിട്ട് അതിലൊരു ഞെറി കൊടുക്കാൻ, ഒരു ഫ്രില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടിട്ട് ഒന്ന് നൂല് വലിച്ചാൽ കുറച്ചുമായിട്ടൊന്ന് ഞെറി കിട്ടും. അത് നടുഭാഗത്തേക്കാക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത്. നമ്മുടെ ഷോൾഡറിൻ്റെ മുകളിലായിട്ട് ആ മുകൾ ഭാഗത്ത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്നൊരു പഫ് പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ നടുഭാഗത്തൊരു സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് അങ്ങോട്ടേക്കും ഇവിടുന്ന് മുകളിലോട്ടേക്കുമായിട്ട് അടിച്ച് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലീവിൻ്റെ പടിയാണ് ഇനി വെച്ച് കൊടുക്കേണ്ടത്. അതിന് പടി വെക്കാൻ 2 ക്ലോത്തും കൂടി ആദ്യം ഒരുമിച്ച് വെച്ചിട്ടൊന്ന് അടിക്കുക. നല്ല ഭാഗം ഉള്ളിൽ വരുന്ന പോലെ വെക്കുക. എന്നിട്ട് അത് മറിച്ചിട്ടിട്ട് സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിന്മേൽ അറ്റാച്ച് ചെയ്യുന്നത്. ഇനി സ്ലീവിൻ്റെ ലൈനിങ് ഭാഗത്ത് ആ പടീൻ്റെ ലൈനിങ് ഭാഗം വെച്ചിട്ട് അതൊന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ തിരിച്ചിട്ടിട്ട് എടുക്കുക. അതിന് മുമ്പ് സ്ലീവ് നമ്മൾ അവിടെ ഒരു ചെറിയ അവിടെ സ്ലീവിൻ്റെ അറ്റഭാഗത്തും നൂല് സ്റ്റിച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടിട്ട് അടിച്ചിട്ട് ജസ്റ്റ് ഒരു ഫ്രില്ലാക്കി വെച്ചിട്ടുണ്ട് നടുഭാഗത്തായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മടക്കിയിട്ട് നല്ല വൃത്തിയിൽ അത് പടി അടിച്ചു കൊടുക്കുക. ഞാൻ 2 സ്ലീവിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്ലീവും യോക്കിൻ്റെ പണി ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടിയിലേക്കുള്ള ഫ്രില്ലാണ് വെച്ച് കൊടുക്കേണ്ടതുള്ളത്. അത് ആ ഭാഗവും അങ്ങനെ തന്നെ ഫ്രില്ലാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ ഫ്രിൽസ് ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ലൈനിങ് പാർട്ട് ഓപ്പോസിറ്റ് സൈഡിലും വെച്ചിട്ട് അടിച്ചാൽ നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു. പിന്നെ അടിയിലേക്കുള്ളതും ഇതുപോലെ തന്നെ ഈ ഒരു പീസുമ്മൽ അടിയിലേക്കുള്ളതും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കാണിച്ചിട്ടില്ല. അത് സിമ്പിളാണല്ലോ. അടിയിലേക്ക് ഇതുപോലെ നമ്മൾ മുകളിൽ അറ്റാച്ച് ചെയ്ത പോലെ തന്നെ അടിയിലുള്ള ഫ്രില്ല് അതിനേക്കാൾ കൂടുതൽ എടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇങ്ങനെ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.